മക്കളെ, ശ്രീഭാമ മിസ് ആണ്. അപ്പൊ എക്സാമിന് ആകെ മൊത്തത്തിലാകെ അവിയൽ പരിവായിട്ട് ഇരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞു, ഇപ്പൊ ബേസിക് സയൻസിന് ഊടായിട്ടുണ്ട്. സോ ഈ പിക്ചറിൽ കാണുന്ന പോലെ മൊത്തത്തിലാകെ കിളിപോയ അവസ്ഥയായിരിക്കും മിസ്സിന് അറിയാം. സോ ഡോണ്ട് വറി, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസുകൾ മറക്കാതെ തന്നെ പഠിക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പൊ മിസ് ക്വസ്റ്റ്യനിലോട്ട് പോകണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. മിക്സ്ചേഴ്സും കമ്പോണൻസും തന്നിട്ട് ഓരോന്നിലും ഏതൊക്കെ കമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എന്താണ് മിക്സ്ചർ, മിക്സ്ചറിന്റെ 2 ഉദാഹരണം ചോദിച്ചിട്ടുണ്ട്. എന്റെ മക്കളെ, ലൈം ജ്യൂസ് പറഞ്ഞ നാരങ്ങ വെള്ളത്തിനകത്ത് എന്തൊക്കെയാണല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന സാധനമല്ലേ? നാരങ്ങ എടുക്കുന്നു, അതിലോട്ട് പഞ്ചസാര ഇടുന്നു, വെള്ളം ഒഴിക്കുന്നു, മിക്സ് ചെയ്യുന്നു. വേണമെങ്കിൽ ഐസ് ഇടണമെങ്കിൽ ഐസ് ഇടാം, സോൾട്ട് ആണെങ്കിൽ സോൾട്ട് ഇടാം. അപ്പൊ അങ്ങനെ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ലെമൺ, ഷുഗർ, വാട്ടർ. ഇനി പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണെങ്കിലോ, വെള്ളം എടുത്തിട്ട് അതിലോട്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യാണ്. അതാണ് കമ്പോണൻസ് അല്ലേ. സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിലോ, ഇതേപോലെ തന്നെ വെള്ളം എടുത്തിട്ട് ഉപ്പ് വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുക? ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അല്ലെ. ചോക്കും അതേപോലെ ജലവും കലർന്നിട്ടുള്ള മിശ്രം, ചോക്ക് പൗഡറും വാട്ടറും ആണെങ്കിലും ചോക്ക് പൗഡറും അതേപോലെ തന്നെ ജലവും കൂട്ടി കലർത്തിയിട്ടാണ് നമ്മൾ എന്താണ് കമ്പോണൻസ് ആയിട്ടാണ് മിക്സ്ചർ ഉണ്ടാക്കുക. അപ്പൊ മിസ് ഇങ്ങനെ കുറെ എല്ലാത്തിലും പറഞ്ഞു മിക്സ്ചർ. വാട്ട് ഈസ് മിക്സ്ചർ? എന്താണ് മിക്സ്ചർ? മെറ്റീരിയൽസ് ഹാവിംഗ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, വ്യത്യസ്ത ഗുണങ്ങളോട് കൂടിയിട്ടുള്ള കണികകൾ ഉണ്ടാകുന്ന പദാർത്ഥത്തിനെയാണ് മിക്സ്ചർ എന്ന് പറയുക. എന്ന് വെച്ചാൽ പല പല സാധനങ്ങൾ കൂട്ടി കലർത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങളുടെ ബർഗറിനകത്ത് എന്തൊക്കെയുണ്ട്? ബണ്ണുണ്ട്, അതിനകത്ത് ചീസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ബർഗർ ആക്കിയത്. അപ്പൊ ഒരു ഭാഗത്ത് നിന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടുന്ന് ചീസ് കിട്ടിയാൽ ഇപ്പുറത്തുനിന്ന് നിങ്ങൾക്ക് ടൊമാറ്റോ ആയിരിക്കും, ഇപ്പുറത്തുനിന്ന് ചിക്കൻ ആയിരിക്കും. അപ്പൊ വ്യത്യസ്ത ഗുണങ്ങൾ കൂടിയിട്ടുള്ള പല സാധനവും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലെയുള്ള സാധനങ്ങളാണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബിസ്ക്കറ്റ്, പിസ്സ, നിങ്ങൾ കഴിക്കുന്ന മോസ്റ്റ്ലി എല്ലാ ഫുഡും മിക്സ്ചേഴ്സ് ആണ്. ഫ്രൂട്ട് സലാഡ്, അതുപോലെ വെള്ളവും എന്താ പറയുക എണ്ണയും കൂടെ കൂട്ടി കലർത്തിയിട്ടുള്ളത് നോക്കുമ്പോൾ അതൊരു മിക്സ്ചറാണ്. അപ്പൊ 2ഓ അതിലധികമോ സാധനങ്ങൾ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതൊരു മിക്സ്ചർ ആണ്, മിശ്രിതമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ എന്താണ് വിളിക്കുന്നത്? മെറ്റീരിയൽ മേഡപ്പ് ഓഫ് പാർട്ടിക്കിൾ ഓഫ് ഐഡന്റിക്കൽ നേച്ചർ ഓർ കോൾഡ് ഡാഷ്. അതേപോലെ ഈ സാധനത്തിന് 2 ഉദാഹരണം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓരോരോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഷുഗർ സൊല്യൂഷൻ, പ്യുവർ ഗോൾഡ്, വാട്ടർ ഒക്കെ തന്നിട്ട് ഇതിനെ പ്യുവർ സബ്സ്റ്റൻസും ഹോമോജീനിയസ്, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. എടാ, ഒരേ സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥത്തിന് ഇതിന്റെ പേരാ പറഞ്ഞ വിളിച്ചത് പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥം എന്നാണ് നമ്മുടെ മലയാളത്തിൽ പറയാ അല്ലെ. എന്താ ശുദ്ധ പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഉപ്പ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഉപ്പ് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്താലും എവിടുന്ന് ടേസ്റ്റ് ചെയ്താലും ഉപ്പ് തന്നെയാ. ഉപ്പിന് ഒരേ സ്വഭാവമാണ്, ഒരേപോലെ കാണാന്. എന്നുവെച്ചാൽ ഉപ്പ് പറഞ്ഞ സാധനത്തിൽ വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസം നിങ്ങൾക്കില്ല. ഉപ്പ് പറയുമ്പോൾ അതിന്റെ അതേ ടേസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരേ തരത്തിലുള്ള കണികളാൽ നിർമ്മിതമായിട്ടുള്ളതല്ലേ. ഇവിടുന്ന് എടുത്ത ഉപ്പാണെങ്കിലും അതിനകത്തുള്ള കണികകൾ സെയിം ആണെങ്കിൽ, ഐഡന്റിക്കൽ നേച്ചർ കാണിക്കുന്നതിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ ടേസ്റ്റാ, എല്ലാവരും ഒരേപോലെയാ. അപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വാട്ടർ പറയാൻ പറ്റും, അതുപോലെ അലൂമിനിയം, അയേണിന്റെ ഒരു കട്ട നിങ്ങൾക്ക് തന്നാൽ അതിനകത്ത് ഇരുമ്പിന്റെ കണികൾ മാത്രമേ ഉള്ളൂ. ഉപ്പ്, അതേപോലെ പഞ്ചസാര മാത്രമായിട്ട് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ പ്യുവർ ഗോൾഡ്, ശുദ്ധമായിട്ടുള്ള സ്വർണം തരികയാണെങ്കിൽ ഒക്കെ നമുക്ക് പറയാൻ പറ്റും ഒരേപോലെയുള്ള സാധനങ്ങളാൽ നിർമ്മിതമാണ്. ഇനിയോ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും കേട്ടോ. പല സാധനങ്ങൾ തന്നിട്ട് ഷഫിൾ ചെയ്ത് ചോദിക്കും. ഇതേ ഉദാഹരണം ആവണമെന്നില്ല എങ്കിൽ പോലും. റെഡി? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ശുദ്ധമായ സ്വർണവും വാട്ടറും എഴുതി വെക്കാം. മിക്സ്ചേഴ്സിന്റെ കേസ് പറയുമ്പോൾ 2 തരത്തിലുള്ളത്, ഹോമോജീനിയസ് ഉണ്ട്, ഹെട്രോജീനിയസ് ഉണ്ട്. ഏകാത്മകമുണ്ട്, ഭിന്നാത്മകമുണ്ട്. ഏകാത്മകം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എല്ലാവരും ഒരേപോലെ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ച് കംപ്ലീറ്റ് ലയിപ്പിച്ചു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് വ്യത്യാസം ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം ഉപ്പ് കംപ്ലീറ്റ് ലയിച്ചു, അതിനകത്ത് എവിടെ നോക്കുമ്പോഴും ഒരേപോലെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരേപോലെ കാണുന്ന ഒരു സൊല്യൂഷൻ പോലെയാണെങ്കിൽ അതാണ് ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനും ഒക്കെ ഏകാത്മകമായിട്ടുള്ള ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഒരേ കണികകളൊക്കെ ഒരേപോലെയൊക്കെ സെറ്റായിട്ട് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ. ഇനി അങ്ങനെയല്ല, മണ്ണും വെള്ളം കൂടെ കലർത്തിയിട്ടുള്ള, മണലും വെള്ളം കലർത്തിയ ഒരു മിക്സ്ചർ ആണ് തന്നെങ്കിൽ ഒരു സ്ഥലത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ചിലപ്പോൾ മണലോ ഉണ്ടാവും, ഇവിടെ വെള്ളം ഉണ്ടാകും. അപ്പൊ പലയിടത്തും പല സാധനങ്ങൾ കിടക്കുകയാണെങ്കിൽ ഭിന്നാത്മകമാണ്, ഹെട്രോജീനിയസ് ആണ്. ഇപ്പൊ ചോക്ക് പൊടി, വെള്ളം കലർന്നിട്ടുള്ളൊക്കെ പറഞ്ഞാൽ ചിലയിടത്ത് ചോക്ക് കിട്ടും, ചിലയിടത്ത് നോക്കുമ്പോൾ അവിടെ വെള്ളമായിരിക്കും. അപ്പൊ പലതും പല രീതിയിൽ കിടക്കുകയാണെങ്കിൽ, ഒരേപോലെ അല്ലാതെ കിടക്കുകയാണെങ്കിൽ അപ്പൊ ഹെട്രോജീനിയസ് ആണ്, ഭിന്നാത്മകമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. റെഡി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. മൾബറി, മാംഗോ, ചാമ്പ, പൈനാപ്പിൾ, ആപ്പിൾ, അങ്ങനെ പല സാധനം തന്നിട്ട് നിങ്ങളോട് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? സിമ്പിൾ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, അതുപോലെ ഏതിലൊക്കെ പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലാണ് ഫ്രൂട്ട്സുകൾ ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്രൂട്ട് ആണ്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം. ഓൺലി വൺ ഫ്രൂട്ട് ഈസ് ഫോം ഫ്രം ഈച്ച് ഫ്ലവർ. ഒരു പൂവ് എടുത്താൽ അതിൽ നിന്ന് ഒരു സാധനം കിട്ടുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാങ്ങയുടെ കേസിൽ മാങ്ങയുടെ ഒരു പൂവ് എടുത്താൽ മാമ്പൂവ് എടുത്താൽ അതിൽ നിന്ന് ഒരു മാങ്ങ ഉണ്ടാവുന്നത്. തക്കാളിയുടെ കേസ് പറഞ്ഞാലും തക്കാളിയുടെ പൂവ് ഉണ്ടായി അതിൽ നിന്ന് ഒരു തക്കാളി ഉണ്ടാവുന്നത്. ഒന്നീന്നൊന്ന് 1 to 1 ആലോചിക്കുക. 1 ആണെങ്കിൽ ലഘുവാണ്, സിമ്പിൾ ആണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരുങ്ങി ആലോചിക്കുക. സിമ്പിൾ ആയിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഒന്നും ചെയ്യില്ല. അതേപോലെ ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റ ഒന്നേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട് ആണ്, ലഘുഫലമാണ്. അതേ സമയത്ത് അല്ലാത്തതുകൊണ്ട് അഗ്രിഗേറ്റഡ് ആയിട്ടുള്ള പുഞ്ചഫലം, ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പൊ നോക്കൂ, ഇഫ് മോർ ദാൻ വൺ ഫ്രൂട്ട് ഈസ് ഫ്രം ദ ഫ്ലവർ സച്ച് ഫ്രൂട്ട്സ് ആർ കോൾഡ് അഗ്രിഗേറ്റഡ് ഫ്രൂട്ട്സ്. എക്സാമ്പിൾ പറഞ്ഞ കസ്റ്റേർഡ് ആപ്പിള്, ബ്ലാക്ക്ബെറി, പോളിയാത്തിയ ഫ്രൂട്ട്സ്, അതൊക്കെ ഏതാണ്? സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണം അരക്കായ് എന്നൊക്കെ പറഞ്ഞ ഇതിന് എക്സാമ്പിൾ ആണ്. നമുക്ക് പറയാൻ പറ്റും അഗ്രിഗേറ്റ് ആണ്, പുഞ്ചഫലമാണ് എന്ന് ആലോചിക്കാം. ഒരുപാട് ഒന്നിന് കുറച്ച് കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് പുഞ്ചന് കുറെ കിട്ടുന്നു എന്ന് ആലോചിക്കാം. കുറെ സാധനം പുഞ്ചന് കിട്ടി എന്ന് ആലോചിക്കാം. റെഡി? ഇതാണ് കസ്റ്റേർഡ് ആപ്പിളിന്റെ ഫ്ലവർ. അങ്ങനെ പിന്നെ ഉള്ളതാണ് സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് നമ്മൾ പറയും അല്ലെ. ഒരു പ്ലാവിന്റെ പൂങ്കുലയിൽ 100 കണക്കിന് പൂക്കളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ആ പൂങ്കുലയിൽ ഒരുപാട് നമുക്ക് എന്ത് കിട്ടും? ഫ്രൂട്ട്സും കാര്യങ്ങളും കിട്ടേണ്ടതല്ലേ, ഫലങ്ങൾ ഒരുപാട് കിട്ടും. ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് ആക്ച്വലി ചക്കയുടെ ചൊള. അപ്പൊ ചക്ക എന്ന് പറയുമ്പോൾ വലിയൊരു സാധനം, അതിനകത്ത് കുറെ ചൊളകള്, അതിനകത്ത് കുഞ്ഞുതായിട്ടുള്ള കുറെ എന്താണ് ചക്കക്കുരുക്കൾ അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഒരു പൊതു ആവരണത്തിലുള്ള ക്രമീകരിച്ചിട്ടുള്ള വലിയൊരു ഫലമാറ്റം മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് ഫ്രം മെനി ഫ്ലവേഴ്സ് പാക്ഡ് ടുഗെദർ. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് വലിയതായിട്ടുള്ള ആളാക്കി മാറ്റിയാൽ അതാണ് സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റാം കേട്ടോ. പിന്നെ നമ്മളോട് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കപട ഫലമാണ്, ഫോൾസ് ഫ്രൂട്ട്. നമ്മളെ പറ്റിക്കുന്ന ആളുകൾ. ഇപ്പൊ നമ്മുടെ കശുവണ്ടി, അതേപോലെ തന്നെ പല സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് പൂവുന്നുണ്ടായിട്ടുള്ള കായാണെന്ന് വിചാരിച്ചാൽ തെറ്റിയടാ. പെഡീസെല്ല്, പൂഞ്ഞെട്ട്. എന്താ പൂഞ്ഞെട്ട്? പൂവ് എന്ന് പറയുന്ന സാധനം ചെടിയായിട്ട് കണക്ട് ചെയ്യുന്ന പൂഞ്ഞെട്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് സ്നേഹം തരികയാണെങ്കിൽ ഒരു ഫ്ലവർ തരിക, ഞാൻ പറയാം എക്സാം നന്നായിട്ട് എഴുതണേ പറഞ്ഞ ഒരു ഫ്ലവർ തന്നാ ആ പിടിക്കുന്ന ഭാഗമില്ലേ, ഫ്ലവറിന്റെ പിടിക്കുന്ന ഭാഗമാണ്. ഇപ്പൊ ഇത് പൂവാണെങ്കിൽ ഇതിന്റെ ഈ ഭാഗമാണ് പൂഞ്ഞെട്ട്. അതുപോലെ പുഷ്പാസനം ഉണ്ട് അല്ലെ, ആൻഡ് പെഡീസലും തലാമസും ഉണ്ട്. ഇത് രണ്ടുമാണ് എന്തായിട്ട് മാറുന്നത് എന്നുണ്ടെങ്കിൽ, ഫ്രൂട്ട് ആയിട്ട് മാറുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മൾ പറ്റിക്കപ്പെട്ടു, കപടനാണ്. കാരണം സാധാരണ എപ്പോഴും പൂവിൽ നിന്നാണ് കായ ഉണ്ടാവുക. പക്ഷെ ഇവിടെ തിരിച്ച് പെഡീസലും തലാമസും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫോൾസ് ഫ്രൂട്ട്, കപട ഫലം എന്ന് പറയാൻ വേണ്ടി പറ്റുന്നു. അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിളൊക്കെ അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് വരും, സബർജില്ലി അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് വരും. ഇവന്മാരൊക്കെ കപടക്കാരാണ്. കാരണം ഇതെന്ന് പറയാൻ പറ്റും കണ്ടോ, പുഷ്പാസനം വളർന്നുണ്ടായ ഭാഗം, തലാമസ് ഉണ്ടായിട്ടുള്ള ഭാഗം, അങ്ങനെ പല ഫ്രൂട്ട്സ് ഉണ്ടായത് അങ്ങനെയാണ്. സോ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ സാധനം പഠിക്കാൻ വേണ്ടി എല്ലാം കൂടെ മിക്സ് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. സിമ്പിൾ ഫ്രൂട്ടിന് ടൊമാറ്റോ, മാംഗോ, അഗ്രിഗേറ്റീവ് ഫ്രൂട്ടിന് പോളിയാത്തിയ, കസ്റ്റാർഡ്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് സംയുക്ത ഫലത്തിന് പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട്, കപട ഫലത്തിന് ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ പഠിച്ചു വെക്കാൻ വേണ്ടി പറ്റും. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാതെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന പോർഷൻ ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളും ഒരുപാട് ക്ലാസ്സുകൾ എന്റെ മക്കൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായാലും ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് എക്സാം വരാൻ പോവാണ്. അതിന് ദിവസമൊന്നുമില്ല. അപ്പൊ മിടുക്കരായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയ ബാച്ചാണ് നമ്മുടെ എൻഡ് ഗെയിം ബാച്ച്. കംപ്ലീറ്റ് റിവിഷൻ ഓറിയന്റഡ് ബാച്ച് ആണ്. അപ്പൊ അതിൽ വജ്രയുടെ എൻഡ് ഗെയിം ബാച്ചിന് ഓൾറെഡി നമ്മൾ അഡ്മിഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്പർ ഇവിടെ മിസ് അവിടെ ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ടുണ്ട്, വിളിച്ചു നോക്കുക, മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം ഒക്കെ അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും എഴുതുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓൾ ദ ബെസ്റ്റ്.